നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കാനാകുമെന്ന് പറയാറായിട്ടില്ല എന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഹ്രസ്വകാല കരാറിൽ കൂടിയ വിലയിൽ വൈദ്യുതി വാങ്ങാൻ ശ്രമം. നിയന്ത്രണങ്ങളിൽ ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി. UDF വന്നതോടെ സംസ്ഥാനത്ത് പവർ കട്ടെന്ന് ബിനോയ് വിശ്വം. അനധികൃത നുഴഞ്ഞുകയറ്റവും തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് 13 ED പരിശോധന. ചില ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി അധികൃതർ. റോഹിംഗ്യ, ബംഗ്ലാദേശി പൗരന്മാരെ അനധികൃതമായി ഇന്ത്യയിൽ എത്തിച്ചെന്നും കണ്ടെത്തൽ. മാസപ്പടി കേസിലും അവയവദാന കേസിലും അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ED ഉദ്യോഗസ്ഥരുടെ യോഗം കൊച്ചിയിൽ തുടരുന്നു. കൂടംകുളത്ത് ആണവ സുരക്ഷയെ ബാധിക്കുന്ന ഡാറ്റ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നും പ്രധാന വിവരങ്ങൾ സുരക്ഷിതമെന്നും ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ആണവ നിലയത്തിലെ അനുബന്ധ സൗകര്യങ്ങളുടെ കരാറുള്ള റിലയൻസിൽ നിന്ന് മാത്രമാണ് ഡാറ്റ ചോർന്നതെന്നും ആണവോർജ്ജ കോർപ്പറേഷൻ. ISROയിൽ ശാസ്ത്രജ്ഞരുടെ കൂട്ടരാജി. അടുത്തിടെ 120ഓളം ശാസ്ത്രജ്ഞർ രാജിവെച്ചതായി ദേശീയ മാധ്യമം. ജോലി വിട്ടത് ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെടെയുള്ളവർ. ഇടപെട്ട് കേന്ദ്രം. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ പ്രതിരോധത്തിലായി BJP സംസ്ഥാന നേതൃത്വം. 140 മണ്ഡലങ്ങളിലെയും ഫണ്ട് വിനിയോഗത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം. ശനിയാഴ്ചത്തെ കോർ കമ്മിറ്റിയിൽ തട്ടിപ്പുകാർക്കെതിരെ നടപടിയെടുത്തേക്കും. ലോകകപ്പ് ഫൈനലിൽ അർജന്റീന സ്പെയിൻ കിരീട പോരാട്ടം ഞായറാഴ്ച രാത്രി 12:30. സെമിയിലെ ആവേശ പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 2-1. വിജയാഘോഷത്തിൽ അർജന്റീനയുടെ താരങ്ങൾ രാഷ്ട്രീയ ബാനർ ഉയർത്തിയത് വിവാദത്തിൽ. നടപടി വേണമെന്ന് ആവശ്യം. അറ്റ്ലാന്റയിൽ അർജന്റീനയുടെ വിജയം ആഘോഷിച്ച് നടൻ മോഹൻലാൽ. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നും വൈദ്യുതി പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് പറയാറായിട്ടില്ല എന്നും മന്ത്രി സണ്ണി ജോസഫ്. കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രധാന കാരണം. ഹ്രസ്വകാല കരാറിലൂടെ കൂടുതൽ വിലയിൽ വൈദ്യുതി വാങ്ങാൻ ശ്രമിക്കും. ഇതിനായി കമ്മീഷനോട് അനുമതി തേടിയിട്ടുണ്ട്. വൈദ്യുതി നിയന്ത്രണത്തിൽ ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. നമ്മളുടെ കാലാവസ്ഥയിൽ വന്ന വലിയ വ്യതിയാനമാണ് അതിൻ്റെ കാരണം. എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം നമുക്ക് ആവശ്യമായിരുന്നത് 3500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 1000-ലധികം മെഗാവാട്ട്, 4600 മുതൽ 4800 വരെ മെഗാവാട്ടായിട്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വർധന വന്നിട്ടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസ്, പുതിയ എയർ കണ്ടീഷനുകൾ, പുതിയ സ്ഥാപനങ്ങൾ, പുതിയ വീടുകൾ, അതുപോലെ പുതിയ ഉപകരണങ്ങളെല്ലാം വന്നതുകൊണ്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ ഗണ്യമായ 1000 മെഗാവാട്ടിന്റെ വർധനവ് വന്നു. LDF ഭരിച്ച 10 കൊല്ലം പവർ കട്ട് ഉണ്ടായിരുന്നില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. UDF വന്നാൽ പവർ കട്ട് എന്നാണ്. LDF രാഷ്ട്രീയം വെളിച്ചം എന്നാണെങ്കിൽ UDF എന്നാൽ ഇരുട്ട് എന്നാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നമ്മളെല്ലാം ഓർക്കുന്നുണ്ട് 10 കൊല്ലത്തെ കാര്യം. LDF ഭരിച്ച 10 കൊല്ലം കേരളത്തിൽ പവർ കട്ട് എന്നൊന്ന് ഉണ്ടായിട്ടേയില്ല. LDF പോയി, UDF വന്നു, പവർ കട്ടും വന്നു. എന്ന് പറഞ്ഞാൽ UDF എന്നാൽ പവർ കട്ട് എന്നാണ്. UDF എന്നാൽ വെളിച്ചത്തെ അകറ്റുന്നുവെന്നാണ്. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ പ്രതികരിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പവർ കട്ട് എന്ന് ചോദിക്കുമ്പോൾ ഉപനേതൃ പദവി എന്നല്ല മറുപടി പറയേണ്ടത്. ഒരധ്യായവും അടഞ്ഞ അധ്യായമല്ല. ഒന്നിനും ഫുൾ സ്റ്റോപ്പ് ഇല്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പവർ കട്ട് പറയുമ്പോഴത്തേക്ക് ഉപനേതാവ് ഉത്തരം അതിനു വേണ്ടിയാണ് പവർ കട്ടിനെ പറ്റി പറയുക. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം പറയാം. ഈ ആലപ്പുഴയിലെ ഭീകരബന്ധമുള്ള കള്ളപ്പണ ഇടപാട് കേസിൽ രാജ്യത്ത് വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ഉത്തർപ്രദേശ് ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലായി 13 സ്ഥലങ്ങളിൽ ED പരിശോധന നടത്തി.
ഭീകരവാദത്തിനുള്ള ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം, കള്ളപ്പണ ഇടപാട് എന്നിവയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തതായി ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. നേരത്തെ ഉത്തർപ്രദേശ് ATS അന്വേഷിച്ച കേസിൽ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയതോടെയാണ് ED അന്വേഷണം തുടങ്ങിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ED ദക്ഷിണ മേഖലാ മേധാവി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാസപ്പടി കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് സുപ്രധാന യോഗം കൊച്ചിയിൽ ചേരുന്നത്. അന്വേഷണത്തിന്റെ പുരോഗതിയും തുടർ നീക്കങ്ങളും ചർച്ചയാവും. കൊച്ചിയിലെ അവയവദാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതിയും യോഗം വിലയിരുത്തും. തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ട രേഖകൾ ചോർന്ന് ഡാർക്ക് വെബിൽ എത്തിയ സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ചോർന്ന രേഖകൾ ആണവ റിയാക്ടറുകളുടെ പ്രധാന സുരക്ഷാ സംവിധാനങ്ങളുമായോ ആണവ സുരക്ഷയുമായോ ബന്ധപ്പെട്ടതല്ല എന്നും പ്രധാന വിവരങ്ങൾ സുരക്ഷിതമാണ് എന്നും അധികൃതർ വ്യക്തമാക്കി. ആണവ നിലയത്തിന്റെ അനുബന്ധ സൗകര്യങ്ങളുടെ കരാറുള്ള റിലയൻസിൽ നിന്ന് മാത്രമാണ് ഡേറ്റ ചോർന്നത്. ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ട രേഖകൾ പ്ലാന്റിന്റെ പൊതുസേവന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിവരങ്ങൾ മാത്രമാണെന്നും ആണവ സുരക്ഷാ സംവിധാനങ്ങൾ, റിയാക്ടർ നിയന്ത്രണ സംവിധാനങ്ങൾ, സുരക്ഷാ പ്രോട്ടോകോളുകൾ എന്നിവയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. ആണവ നിലയത്തിലെ 3ഉം 4ഉം യൂണിറ്റുകളുടെ ചില അടിസ്ഥാന സൗകര്യ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ പങ്കാളിയായിരുന്നു. റിലയൻസ് ഗ്രൂപ്പിന്റെ വിശദീകരണമനുസരിച്ച് മൂന്നാം കക്ഷി ഡേറ്റാ സെന്റർ സേവനദാതാവായ യോട്ട ഡേറ്റാ സർവീസസ് ഹോസ്റ്റ് ചെയ്ത സർവറിലാണ് ആക്രമണമുണ്ടായത്. സർവറിൽ സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്തിയ ഉടൻ തന്നെ അവ തടഞ്ഞതായി കമ്പനി അറിയിച്ചു. അതേസമയം ഡാർക്ക് വെബിൽ ലഭ്യമായ 2016നും 2025നും ഇടയിലുള്ള രേഖകളിൽ ബ്ലൂ പ്രിന്റുകൾ, വിതരണക്കാരുടെ വിവരങ്ങൾ, യോഗങ്ങളുടെയും പരിശോധനകളുടെയും റെക്കോർഡുകൾ, ഉപകരണങ്ങളുടെ അവലോകനങ്ങൾ, ഇൻഷുറൻസ് പോളിസികൾ എന്നിവ ഉൾപ്പെടുന്നു എന്നാണ് വിവരം. വേൾഡ് ലീഗ്സ് വെബ്സൈറ്റിൽ ലഭ്യമായ ആകെ 8,58,000 റിലയൻസ് ഫയലുകളിൽ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ അടങ്ങിയവയാണ് കൂടംകുളവുമായി ബന്ധപ്പെട്ട 19,000 ഫയലുകൾ. റിലയൻസിന്റെ ഉപകമ്പനിയായ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ കൂടംകുളം നിലയത്തിന്റെ 3-4 യൂണിറ്റുകളുടെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമുള്ള കരാർ 2018 സ്വന്തമാക്കിയിരുന്നു. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഈ 2 യൂണിറ്റുകളും 2027ഓടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവ രണ്ടും കൂടി ആകെ 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയിൽ ശാസ്ത്രജ്ഞരുടെ കൂട്ടരാജി. ഏതാനും മാസങ്ങൾക്കിടെ 100ഓളം പേർ രാജിവെച്ചു പോയെന്നാണ് റിപ്പോർട്ട്. ഗഗൻയാൻ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ഏറ്റവും നിർണായക ബഹിരാകാശ ദൗത്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ശാസ്ത്രജ്ഞരുടെ രാജി സ്വീകരിക്കുന്നതിലും കൊഴിഞ്ഞുപോക്ക് തടയുന്നതിലും കേന്ദ്ര ബഹിരാകാശ വകുപ്പ് നിബന്ധനകൾ കർശനമാക്കിക്കൊണ്ട് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. ജൂലൈ 14 പുറത്തിറക്കിയ ബഹിരാകാശ വകുപ്പിന്റെ സർക്കുലർ പ്രകാരം ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ദേശീയ പ്രാധാന്യമുള്ള പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരുടെ രാജിയോ സ്വമേധയാ വിരമിക്കലോ ഇനി പതിവ് നടപടിക്രമമായി അംഗീകരിക്കില്ല എന്ന് ISRO അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ പ്രതിരോധത്തിലായി BJP സംസ്ഥാന നേതൃത്വം. 140 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. അടുത്ത ദിവസം ചേരുന്ന കോർ കമ്മിറ്റി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണത്തിനായി കേന്ദ്രം നൽകിയ ഫണ്ടിൽ സംസ്ഥാന തലത്തിൽ വ്യാപകമായ വെട്ടിപ്പ് നടത്തിയതായാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. മണ്ഡലങ്ങളിൽ നൽകിയ തുകയാണ് നേതാക്കൾ തന്നെ തട്ടിയെടുത്തത്. 140 മണ്ഡലങ്ങളിലെയും ഫണ്ട് വിനിയോഗത്തിൽ സമഗ്രമായ പരിശോധന നടത്തണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര നേതാക്കൾക്കും പ്രചാരണത്തിനും വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയതിലും ഹോട്ടലുകളിൽ മുറി ബുക്ക് ചെയ്തതിലും ക്രമക്കേടുകൾ നടന്നു. കേന്ദ്ര നേതാക്കളുടെ യാത്രയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിലും ഫ്ലെക്സ് ബോർഡുകൾ വെച്ചതിലും കൊടിതോരണങ്ങൾ നൽകിയതിലും സാമ്പത്തിക അഴിമതി നടത്തിയതായാണ് കണ്ടെത്തൽ. 18നോ 19നോ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ചേർന്ന് കാര്യങ്ങൾ വിശദമാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അഴിമതിയിൽ BJP കേന്ദ്ര നേതൃത്വവും RSSും അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മലയിടംതുരത്ത് പര്യത്തുകാവ് ഉന്നതി ഭൂമി തർക്കത്തിന് ശാശ്വത പരിഹാരം. 7 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ശിലാസ്ഥാപനം മന്ത്രി റോജി M. ജോൺ നിർവഹിച്ചു. സർക്കാർ മേൽനോട്ടത്തിൽ 1000 സ്ക്വയർ ഫീറ്റിന്റെ 7 വീടുകൾ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. AT അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
5 പതിറ്റാണ്ടുകളായുണ്ടായ ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ പാരിയത്തുകാവിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. അവരുടെ പുതിയ സ്വപ്നങ്ങൾ ഓരോരുത്തർക്കും 5 സെന്റ് സ്ഥലം വീതം, പുതിയ വീട്, 1000 സ്ക്വയർ ഫീറ്റിലുള്ള ഉറപ്പുള്ള വീട്, അവിടെ ഇനി പോലീസ് വരികയോ മറ്റ് നിയമക്കുരുക്കുകളോ ഒന്നുമില്ല, അങ്ങനെയുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് ആ പാരിയത്തുകാവിലെ 7 കുടുംബങ്ങൾ കാലെടുത്ത് വെക്കുന്നത്. ഇന്ന് മന്ത്രി റോജി എം ജോണാണ് ഈ വീടുകളുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നത്തിന് വളരെ വേഗത്തിൽ തന്നെ പരിഹാരം കാണാൻ സാധിച്ചു. റോജി എം ജോൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഒത്തുതീർപ്പിലൂടെ, ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തന്നെയാണ്. അത് വളരെ ഫലപ്രദമായി തന്നെ UDF സർക്കാരിന് സാധിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. 7 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ഈ തർക്കഭൂമിയായിരുന്ന ഈ പാരിയത്തുകാവിൽ ഇതിന്റെ ഉടമസ്ഥർ കണ്ണൂത്ത് ശങ്കരൻ നായരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ മക്കളാണ് ഇപ്പോഴുള്ളത്. അവർ 5 സെന്റ് സ്ഥലം വീതം ഓരോരുത്തർക്കും വിട്ടു നൽകാനായിട്ടുള്ളൊരു തീരുമാനം, അങ്ങനെ ഒരു ആവശ്യം സർക്കാർ പറയുന്ന ആ ഒരു സമയത്ത് അത് അംഗീകരിക്കുകയും ആ ഒരു തീരുമാനത്തോടെ ഇവിടുത്തെ കുടുംബങ്ങൾ സമരം അവസാനിപ്പിച്ച് അതിനോട് യോജിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഭൂമിയിൽ 7 വീടുകൾ ഒരുങ്ങുന്നത്. ഓരോരുത്തർക്കും 5 സെന്റ് സ്ഥലമാണുള്ളത്. ചുറ്റുമതിലുണ്ടാകും, വഴിയുണ്ടാകും. അത്തരത്തിൽ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ തന്നെ 1 വർഷത്തിനകം ഈ വീടുകളുടെ പണി പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സ്പോൺസർമാരുടെ സഹായത്തോടു കൂടിയാണ് ഈ വീടുകളുടെ നിർമ്മാണം നടക്കുന്നത്. എല്ലാ സ്പോൺസർമാരെയും മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല എങ്കിലും പണി ആരംഭിക്കുകയാണ്. 1 വർഷത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും പതിറ്റാണ്ടുകൾ ആയിട്ട് നിലനിന്നിരുന്ന ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം. ഇന്ന് നേരത്തെ ഇവിടെ പോലീസ് വരികയും പലപ്പോഴും വളരെ സമരഭൂമിയായിരുന്ന ഇവിടെ ഇന്ന് മധുര വിതരണമാണ് നടക്കുന്നത്. എന്തായാലും ശാശ്വതമായൊരു പരിഹാരം പാരിയത്തുകാവിൽ ഉണ്ടായിരിക്കുകയാണ്. പുതിയ ജീവിതത്തിലേക്ക് ഈ 7 കുടുംബങ്ങളും കടക്കുകയാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ 9 വയസ്സുകാരൻ മുഹമ്മദ് ഇയാസ് മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടയാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ആശുപത്രിക്ക് മുൻവശത്ത് എത്തുകയായിരുന്നു. 9 വയസ്സുകാരൻ ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ച സംഭവത്തിൽ മെഡിക്കൽ ടീം രൂപീകരിച്ച് സമഗ്ര അന്വേഷണം നടത്തുക, കുട്ടിയുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ചു. കുട്ടിയുടെ ശസ്ത്രക്രിയയ്ക്കായി അനസ്തീഷ്യ ഡോക്ടർ 2000 രൂപ കൈക്കൂലി വാങ്ങിച്ചതായും ഡിവൈഎഫ്ഐ ആരോപിച്ചു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ 1-ാം പ്രതി ഡോക്ടർ MK റാം പിടിയിലായതായി സൂചന. ആന്ധ്ര ചിറ്റൂരിലെ ഒളിസങ്കേതത്തിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് റാമിനെ പിടികൂടിയത് എന്നാണ് റിപ്പോർട്ട്. ജൂൺ 19-ന് ഹൈക്കോടതി റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റിന് നീക്കം നടത്തിയിരുന്നു. സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആന്ധ്രയിൽ എത്തിയത്. കേരളത്തെ നടുക്കിയ പാലക്കാട് പോത്തുണ്ടി നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകില്ല. ലിറ്റിഗേഷൻ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും വിധി വരിക. ഇന്ന് ചെന്താമരയെ നേരിട്ട് ഹാജരാക്കേണ്ടതില്ലെന്നും ഓൺലൈനായി ഹാജരാക്കിയാൽ മതിയെന്നും കോടതി പറഞ്ഞിരുന്നു. ചെന്താമര സ്ഥിരം കുറ്റവാളിയെന്ന് പ്രോസിക്യൂഷൻ ഇന്നലെ വാദിച്ചിരുന്നു. ഇയാൾ സമൂഹത്തിന് തന്നെ ആപത്താണെന്നും വധശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പ്രതി കുറ്റകൃത്യം നടത്താൻ ഇനിയും സാധ്യതയുണ്ട്. ഗാന്ധിജിയല്ല താനെന്ന മനോഭാവം തന്നെ അതിനുദാഹരണമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം മാനസാന്തരപ്പെടാൻ അവസരം നൽകണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. മുൻകാല സ്വഭാവം പരിഗണിക്കരുതെന്നും സാഹചര്യ തെളിവുകളാണുള്ളതെന്നും പ്രത്യക്ഷ തെളിവില്ലെന്നും പ്രതിഭാഗം വാദത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ചെന്താമര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയും കൊലപ്പെടുത്തി 1.5 വർഷമാകുമ്പോഴാണ് വിധി വരുന്നത്. 2025 ജനുവരി 27-നാണ് ചെന്താമര സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. കേസിൽ 132 സാക്ഷികളും 30 ശാസ്ത്രീയ തെളിവുകളുമാണ് ഉള്ളത്. 6 വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴുത്തുറത്താണ് കൊന്നത്. കേസ് ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു നാടിനെ നടുക്കിയ ഇരട്ടക്കൊല. ഭാര്യയും മകളും തന്നെ ഉപേക്ഷിച്ചു പോകാൻ കാരണം സുധാകരനും
കുടുംബവുമാണെന്ന സംശയത്തിലാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് പോലീസ് നിഗമനം. മാർച്ച് 25-ന് കുറ്റപത്രം സമർപ്പിച്ചു. 480 പേജുള്ള കുറ്റപത്രത്തിൽ 132 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെ വിചാരണ നീണ്ടിരുന്നു. 132 സാക്ഷികളിൽ 4 പേർ കൂറുമാറി. അമൃത ന്യൂസ്, പാലക്കാട്. ചിന്താമരയുടെ ശിക്ഷാവിധി പ്രഖ്യാപനം തിങ്കളാഴ്ചയായിരിക്കും. ലോകകപ്പിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ. കാൽപന്തിന്റെ ആവേശം വാനോളം ഉയർന്ന അറ്റ്ലാന്റ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ മിശിഹായുടെയും കൂട്ടരുടെയും ഉയർത്തെഴുന്നേൽപ്പിൽ അമ്പരന്നു. ഇംഗ്ലീഷ് പരീക്ഷ ജയിച്ച മെസ്സിയും കൂട്ടരും ഫൈനൽ പരീക്ഷയ്ക്ക് യോഗ്യത നേടി. അർജന്റീന ചരിത്രത്തിലേക്ക് ഒരു പടി കൂടി കടന്നു. പൊരുതി വീണ ഇംഗ്ലീഷ് പട കണ്ണീരോടെ മടങ്ങി. മുൻ മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഫോർമാറ്റിൽ മാറ്റം വരുത്തിയാണ് ഇംഗ്ലീഷുകാരും അർജന്റീനയും ഏറ്റുമുട്ടിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലൂന്നി കളിച്ച ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. എന്നാൽ രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. വലതു വിങ്ങിൽ നിന്നുള്ള മോർഗൻ റോജേഴ്സിന്റെ ക്രോസിലൂടെയാണ് ഗോർഡൻ അർജന്റീനയുടെ വല കുലുക്കിയത്. പിന്നീട് സ്ട്രൈക്കറായി കളിച്ച ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ അടക്കം ടീം പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങി. അതേസമയം ഒരു ഗോളിന് പിന്നിട്ട് നിന്ന അർജന്റീനയ്ക്ക് അപകടം മനസ്സിലായതോടെ ഇംഗ്ലീഷ് പോസ്റ്റിലേക്ക് ഇരച്ചു കയറി. അർജന്റീന മുന്നേറ്റം ശക്തമാക്കാൻ പകരക്കാരെ കളത്തിലുമിറക്കി. ഗോൺസാലസ്, റോഡ്രിഗോ ഡി ബോൾ, ലൗട്ടാറോ മാർട്ടിനസ്, ഗോൺസാലോ മൊണ്ടിയേൽ എന്നിവർ വന്നു. അതോടെ വിങ്ങുകളിലൂടെയുള്ള ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടി. മെസ്സിക്ക് കൃത്യമായി സ്പേസ് ലഭിച്ചതോടെ താരം നിറഞ്ഞു കളിച്ചു. അർജന്റീനയെ പോലെ ഇംഗ്ലണ്ടും പകരക്കാരെ കളത്തിലിറക്കി. എന്നാൽ പ്രതിരോധത്തിനായിരുന്നു കോച്ച് ടുഷേൽ ഊന്നൽ നൽകിയത്. ഒരു ഗോൾ ലീഡിൽ 90 മിനിറ്റ് പിടിച്ചു നിൽക്കാമെന്ന് കണക്കുകൂട്ടിയ ഇംഗ്ലീഷ് പടയ്ക്ക് തെറ്റി. അർജന്റീന ഉണർന്നു കളിച്ചതോടെ ഇംഗ്ലീഷ് പ്രതിരോധത്തിൽ വിള്ളലുണ്ടായി. പലപ്പോഴും ഇംഗ്ലണ്ടിന്റെ പോസ്റ്റിലേക്ക് വന്ന ഷോട്ടുകൾ ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡ് തട്ടിമാറ്റി. തുടർച്ചയായി അർജന്റീന ഇംഗ്ലീഷ് ഗോൾ മുഖം വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അധിക നേരം പിക്ഫോർഡിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സമയം കടന്നു പോകുമ്പോഴും വാമോസ് ആരാധകരുടെ നെഞ്ചെടുപ്പ് കൂടി. അർജന്റീന തോൽക്കുമെന്ന് കരുതിയ നിമിഷങ്ങൾ. എന്നാൽ 85-ാം മിനിറ്റിൽ മെസ്സി ഒരുക്കിയ പാസിൽ നിന്നും എൻസോ ഫെർണാണ്ടസ് വലകുലുക്കിയതോടെ അറ്റ്ലാന്റ സ്റ്റേഡിയം കത്തിപ്പടർന്നു. സ്കോർ 1-1. ഗോൾ നേടിയതിന് പിന്നാലെയും അർജന്റീന ആക്രമണം കൂടുതൽ ശക്തമാക്കി. ഇഞ്ചറി ടൈമിന്റെ 2-ാം മിനിറ്റിൽ മെസ്സിയുടെ ക്രോസിന് തലവെച്ച് ലൗട്ടാരോ മാർട്ടിനസ് വിജയ ഗോളും കുറിച്ചു. പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമായിരുന്നു മെസ്സിയും ടീമിൻ്റേതും. അങ്ങനെ ഫൈനലിലെത്തിയ അർജന്റീന സ്പെയിനുമായി ഏറ്റുമുട്ടും. തുടർച്ചയായി 2ാം തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ജോർജിയയിലെ അറ്റ്ലാന്റയിൽ അർജന്റീനയുടെ വിജയം ആഘോഷിച്ച് നടൻ മോഹൻലാൽ. ആ ദൃശ്യങ്ങളിലേക്ക്. ലോകകപ്പ് സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ വിജയം നേടിയതിനു ശേഷം അർജന്റീന താരങ്ങൾ നടത്തിയ വിജയാഘോഷം വിവാദത്തിൽ. ഫോക്ലാൻഡ്സ് യുദ്ധ പരാമർശമുള്ള ബാനറുമായി മിഡ്ഫീൽഡർ ജിയോവാനി ലോ സെൽസോ വിജയം ആഘോഷിച്ചതാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. മാൾവിനകൾ അർജന്റീനക്കാരാണ് എന്നെഴുതിയ ബാനറാണ് ജിയോവാനി ഉയർത്തിയത്. ഫോക്ലാൻഡ് ദ്വീപുകൾ അർജന്റീനയുടേതാണെന്ന് എന്നർത്ഥം വരുന്നതാണ് ഈ വാക്കുകൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ടോട്ടനം ഹോട്ട്സ്പറിന്റെ മുൻ താരമായ ലോസെൽസോയും മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരമായ നിക്കോളാസ് ഒട്ടമെന്റിയുമാണ് ബാനർ ഗ്രൗണ്ടിൽ എത്തിച്ചത് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. കളി കാണാനെത്തിയ ആരാധകരിൽ നിന്നാണ് ഇവർ ബാനർ വാങ്ങിയത്. മത്സരങ്ങളിൽ രാഷ്ട്രീയ പതാകകൾ, മുദ്രാവാക്യങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിന് കർശന നിരോധനമുണ്ട്. ഫിഫയും ഫുട്ബോളിന്റെ നിയമങ്ങൾ സ്ഥാപിക്കുന്ന രാജ്യാന്തര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡുമായാണ് ഈ നിബന്ധന ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബാനർ ഉയർത്തിയ അർജന്റീനയുടെ താരങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ഇറാന്റെ തുറമുഖങ്ങളിൽ US ഉപരോധം ശക്തമാക്കിയിരിക്കുന്നു. ഖാർക്ക് ദ്വീപിലേക്ക് എത്തിക്കൊണ്ടിരുന്ന ഇറാൻ ടാങ്കർ US ആക്രമിച്ചു. അമേരിക്കയുടെ ആക്രമണങ്ങളിൽ ഇതുവരെ 35 പേർ കൊല്ലപ്പെട്ടതായും 300ഓളം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിക്കുകയാണ്. താൽക്കാലിക വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തുടർച്ചയായ 5ാം ദിവസവും അമേരിക്ക ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നത്.
വ്യോമാക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇറാന്റെ പ്രധാന നഗരങ്ങൾക്കും തുറമുഖങ്ങൾക്കും നേരെ അമേരിക്ക വ്യോമാക്രമണം തുടരുമ്പോൾ ഗൾഫ് മേഖലകൾ ലക്ഷ്യമിട്ട് ഇറാനും മിസൈൽ ആക്രമണം നടത്തുകയാണ്. ഇറാനിലെ ഖ്വഷം ദ്വീപ്, ബന്ദർ അബ്ബാസ്, ചാബഹാർ എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ സ്ഫോടനങ്ങൾ ഉണ്ടായത്. അതേസമയം തിരിച്ചടി എന്നോണം കുവൈറ്റ്, ബഹ്റിൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും ആക്രമണം അഴിച്ചുവിട്ടു. ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ സൗദിക്കും കുവൈറ്റിനും കൂടുതൽ ആയുധങ്ങൾ വിൽക്കാനാണ് അമേരിക്കൻ നീക്കം. സൗദിക്ക് $1.96 ബില്യൺ ആയുധങ്ങളും കുവൈറ്റിനായി $484 മില്യൺ പ്രത്യേക വിമാന സംരക്ഷണ പാക്കേജിനും അമേരിക്ക അംഗീകാരം നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നത് വലിയ ആശങ്കകൾക്കാണ് ഇടയാക്കുന്നത്. വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ കൂടുതൽ ഉൾഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് US സെൻട്രൽ കമാൻഡ് നൽകുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ അഹ്വാസ് ക്യാൻസർ ആശുപത്രിക്ക് നേരെയും ആക്രമണം ഉണ്ടായി. തൊട്ടു പിന്നാലെ രാജ്യത്തിന്റെ ഓരോ ഇഞ്ചും സംരക്ഷിക്കുമെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. ആക്രമണം ശക്തമായതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയെ തുടർന്നാണ് തുടർച്ചയായ 5ാം ദിവസവും വിപണിയിൽ വിലവർദ്ധനവ് രേഖപ്പെടുത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് അമൃത TV. കണ്ണൂർ കൊയിലി ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം അവസാനിപ്പിച്ചു. വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള മുഴുവൻ ആവശ്യങ്ങളും ആശുപത്രി മാനേജ്മെന്റ് അംഗീകരിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ഇതോടെ ജില്ലയിൽ സമരം അനുഷ്ഠിച്ച മുഴുവൻ ആശുപത്രികളിലെയും നഴ്സുമാർ നാളെ മുതൽ ജോലിയിൽ പ്രവേശിക്കും. ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മായ സൂചിപ്പിച്ചതുപോലെ തന്നെ 60 ദിവസമായി തുടരുന്ന സമരത്തിനാണ് ഇപ്പോൾ ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള മുഴുവൻ ആവശ്യങ്ങളും നഴ്സുമാരുടെ ആവശ്യങ്ങളും ഇപ്പോൾ ലേബർ ഓഫീസിൽ നടന്ന ചർച്ചയിൽ ഇപ്പോൾ ധാരണയായിരിക്കുകയാണ്. ഈ കണ്ണൂർ ജില്ലയിലെ 6 ആശുപത്രികളിലെ നഴ്സുമാരാണ് സമരവുമായി കഴിഞ്ഞ 60 ദിവസങ്ങളിൽ രംഗത്തെത്തിയിരുന്നത്. ഇതിൽ 5 ആശുപത്രി മാനേജ്മെന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒത്തുതീർപ്പിലെത്തിയിരുന്നു. പക്ഷേ കൊയിലി ആശുപത്രി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാതിരുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള സമരങ്ങളാണ് ആശുപത്രിക്കുള്ളിലേക്ക് വരെ നീളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇതിനെ തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തുകയും കാഷ്വാലിറ്റി ഉൾപ്പെടെ ഉപരോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നതോടെ ഇത്തരത്തിൽ ജില്ലാ ലേബർ ഓഫീസിൽ നടന്ന ചർച്ചയിൽ പിന്നീട് ഈ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി മാനേജ്മെന്റ് ഈ കരാറിൽ ഒപ്പുവെക്കുകയും ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയുമായിരുന്നു. ഇതോടെ ഇവരുടെ അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പുതുതായി ജോയിൻ ചെയ്യുന്നവർക്കും നിലവിൽ ജോലി ചെയ്യുന്നവർക്കും ഈ പുതിയ പരിഷ്കാരങ്ങൾ വലിയ രീതിയിൽ ഫലപ്രദമാകും. എന്തായാലും കഴിഞ്ഞ 60 ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സമര പോരാട്ടമാണ് ഇവർ നയിച്ചത്. രാവും പകലും ആദ്യം ആശുപത്രിക്ക് മുന്നിലും പിന്നീട് കളക്ടറേറ്റ് പടിക്കലും പിന്നെ ആശുപത്രികൾക്കുള്ളിലേക്കും നീണ്ടൊരു സമരമായിരുന്നു ഇവർ നടത്തിയത്. എന്തായാലും ഈ സമരത്തിന് ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു. ഈ ഇവരുടെ വിവിധ ആവശ്യങ്ങൾ, വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള ഈ ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സമരം ഇതിനോടകം തന്നെ ഒത്തുതീർപ്പായി ഈ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. മായ, സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സ്നേഹ സന്ദേശവുമായി അമേരിക്കയിലെ സിയാറ്റിൽ നഗരത്തിൽ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ ദ്വിദിന സന്ദർശനം. സ്വാമിജിക്ക് ഹൃദ്യമായ സ്വീകരണം ഒരുക്കിയ ഇവിടുത്തെ പരിപാടിയിൽ നിരവധി പേർ പങ്കാളികളായി. ആധുനിക ലോകത്തിന്റെ ശാസ്ത്ര സാങ്കേതിക തലസ്ഥാനങ്ങളിലൊന്നായ അമേരിക്കയിലെ സിയാറ്റിൽ നഗരത്തിൽ ആധ്യാത്മികതയും ഭൗതിക പുരോഗതിയും തമ്മിലുള്ള സമന്വയത്തിന്റെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു സ്വാമിജിയുടെ ഹ്രസ്വ സന്ദർശനം. Spirituality is more than just belief or appearance. It is not meant to be practiced solely weekly or when it suits you, nor is it merely a hobby. തുടർന്ന് നടന്ന ഭജനയിലും ധ്യാനത്തിലും പങ്കാളികളായവരെല്ലാം ഭക്തിയിൽ ലയിച്ചു. സ്വാമിജിയുടെ അമേരിക്കൻ പര്യടനത്തിന്റെ ഭാഗമായി നടന്ന പരിപാടികളിലുടനീളം വലിയ ഭക്തജന പങ്കാളിത്തമാണ് അനുഭവപ്പെടുന്നത്.
ഡെസ്ക് അമൃത ന്യൂസ്. KPCC സെക്രട്ടറിക്കും KSU നേതാക്കൾക്കും മുകളിലാണോ വിദ്വേഷ പ്രചാരകരുടെ സ്ഥാനമെന്ന് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് PA മുഹമ്മദ് റിയാസ് MLA. മത സാമുദായിക നേതാക്കൾ മുഖ്യമന്ത്രിയെ കാണുന്നതിനെ താൻ എതിർത്തിട്ടില്ല. എന്നാൽ വിദ്വേഷ പ്രചാരകർ എന്ന് ബ്രാൻഡ് ചെയ്യപ്പെട്ടവരെ വെള്ളപൂശുകയാണ് മുഖ്യമന്ത്രി. എങ്ങനെയാണ് ABVP നേതാവ് പ്ലീഡർ പട്ടികയിൽ ഉൾപ്പെട്ടത് എന്നും റിയാസ് ചോദിച്ചു. വനം പോലീസ് ഉദ്യോഗസ്ഥർ മര്യാദയ്ക്ക് ഇരുന്നിരുന്നില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കേണ്ടി വരുമെന്ന് CPM നേതാവ് MM മണി പറഞ്ഞു. VD സതീശൻ ഉമ്മാക്കി കാണിക്കാൻ വരികയാണ്. പുരവച്ച് താമസിക്കുന്ന സ്ഥലം കയ്യേറാൻ വന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ റവന്യൂ ഭൂമി വനംവകുപ്പ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ CPM നടത്തിയ ഫോറസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM മണി. പോലീസുകാരുടെ ഫോറസ്റ്റും ചമയുണ്ട. മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്താൽ മര്യാദയ്ക്ക് നടക്കാം. ഇല്ലെങ്കിൽ മര്യാദകേട് ഞങ്ങൾ സ്വീകരിക്കേണ്ടി വരും. നിയമം കയ്യിലെടുക്കേണ്ടി വരും. നിയമം കയ്യിലെടുക്കുമ്പോൾ നിയമം മാങ്ങാത്തട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ മെക്കെട്ട് കയറാൻ വന്നാൽ വരുന്നവരെ ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയാം, ഇവിടെ ഇന്ന് പുതിയ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ അറിയിച്ചെന്ന് മന്ത്രി T. സിദ്ദിഖ്. പ്രഗതി പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തും. വന്യമൃഗ ശല്യത്തിൽ കൃഷിനാശത്തിന് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കും. PM കിസാൻ പദ്ധതി ഉൾപ്പെടെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ കുടിശ്ശിക തീർത്തു നൽകാൻ ആവശ്യപ്പെട്ടെന്നും മന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസ് സ്റ്റാഫിന്റെ പേരിൽ തനിക്കും വ്യാജ കോൾ വന്നെന്ന് ഡീൻ കുര്യാക്കോസ് MP. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തനിക്ക് താൽപ്പര്യമുള്ള ആളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നായിരുന്നു വാഗ്ദാനം. ജൂലൈ 10-ാം തീയതിയാണ് കോൾ വന്നത്. ഇക്കാര്യം അപ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിനെ അറിയിച്ചിരുന്നു. വ്യാജ കോളാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയെന്നും ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ പറഞ്ഞു. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.